കഴിഞ്ഞ കാലങ്ങളിലെ അന്താരാഷ്ട്ര വേദികളിലെ ഇന്ത്യൻ നിലപാട് ഫലസ്തീനൊപ്പമാണെന്ന് നയതന്ത്ര വിദഗ്ധൻ വേണു രാജാമണി. ഗസ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമുണ്ടായതായി കരുതുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം കുവൈത്തിലെത്തിയ വേണു രാജാമണി മീഡിയ വണ്ണിനോട് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് മുഖ്യ പരിഹാരം ഫലസ്തീനും ഇസ്രായേലുമായുള്ള രണ്ട് രാഷ്ട്രമാണെന്ന് വേണു രാജമണി പറഞ്ഞു. ഗാസ സംബന്ധമായി ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആത്യന്തികമായി ഇന്ത്യയുടെ നിലപാട് മാറിയിട്ടില്ല എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഫോറിൻ മിനിസ്ട്രി ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഈ അടുത്ത കാലത്ത് ഫോറിൻ മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും UN നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാം എടുത്തു നോക്കിയാൽ നമ്മൾ ഇന്നും നിലകൊള്ളുന്നത് പാലസ്തീനു വേണ്ടിയാണ്, പാലസ്തീൻ്റെ അധികാരങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ വെസ്റ്റ് ഏഷ്യയിൽ ഉണ്ടാകണം. പാലസ്തീനും സ്വതന്ത്രമായ പൂർണ്ണ അധികാരമുള്ള ഒരു ജനാധിപത്യ പാലസ്തീനും അതിനോടൊപ്പം ഇസ്രയേലും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നത് തന്നെയാണ്. അതിൽ മാറ്റമുണ്ടായിട്ടില്ല. നമ്മളുടെ പോളിസി ഇസ്രയേലിനോട് കൂടുതൽ ടിൽറ്റ് ചെയ്തു എന്ന ഒരു അഭിപ്രായം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫോറിൻ മിനിസ്ട്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലോസ് ആയിട്ട് വായിച്ചാൽ അത് സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പിന്തുണക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കക്ക് മാത്രമാണ് ഇസ്രായേലിനെ സ്വാധീനിക്കുവാൻ കഴിയുകയെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ഒരു പ്രകടനമാണ്. അതായത് ഇന്ന് ഇസ്രയേലിനെ ലോകത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ നയങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് അമേരിക്കയ്ക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഇസ്രയേലിൻ്റെ ഇന്നത്തെ ഈ ഗാസയെ ആക്രമിക്കുക എന്ന നയം ആക്രമണം നിർത്തണം എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നുകിൽ ഇസ്രയേലി ജനത അവരുടെ ശബ്ദമുയർത്തി അവരുടെ ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കണം. ഗവൺമെൻറ്റിനോട് മതി, ഇത് തെറ്റാണ്, ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ് എന്ന് അവരുടെ ജനത പറയണം. അവരുടെ ജനതയിൽ പലരും അത് പറയുന്നുണ്ട്. അവരുടെ അതായത് ഇസ്രയേലിനുള്ളിലുള്ള ജനങ്ങളും ലോകമെമ്പാടുമുള്ള പല ജൂയിഷ് മതത്തിൽപ്പെട്ടവരും എല്ലാം പറയുന്നുണ്ട് ഇത് തെറ്റാണ് എന്നുള്ളത്. ആ ശബ്ദം വലുതാകണം. പിന്നെ അമേരിക്കയ്ക്കാണ് ഇസ്രയേലിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു രാജ്യം. അത്രയ്ക്ക് ഡിപ്പെൻഡൻ്റ് ആണ് ഇസ്രയേൽ അമേരിക്കയിൽ. സോ ഒരു വശത്ത് അമേരിക്കയ്ക്കും അറിയാം, അമേരിക്ക ആഗ്രഹിക്കുന്നതും ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ഈ യുദ്ധം അവസാനിക്കണം എന്നുള്ളതാണ്. അവർക്കും അവരുടെ ഗവൺമെൻറ്റിന് പോപ്പുലർ സപ്പോർട്ട് നഷ്ടപ്പെടുകയാണ് ഓരോ ദിവസവും ഈ യുദ്ധം തുടരുമ്പോൾ. എന്നാൽ അവർക്ക് കംപ്ലീറ്റായിട്ട് ഇസ്രായേലിനെ കൈയൊഴിയുവാനും സാധിക്കില്ല. അത്ര അടുത്താണ് അവരുടെ നീണ്ട കാലത്തെ ബന്ധം. അത്ര പ്രധാനമാണ് ഇസ്രയേലിന് അമേരിക്കയ്ക്ക് ഉള്ളിൽ ഉള്ള ഡൊമസ്റ്റിക് ഇൻഫ്ലുവൻസ്. അതുകൊണ്ടുള്ള ഒരു ബാലൻസിങ് ആക്റ്റാണ് നമ്മൾ കാണുന്നത്. എന്തായിരുന്നാലും അമേരിക്ക ഇടപെടണം, അമേരിക്ക ഇസ്രയേലിനെ നിയന്ത്രിക്കണം. ഈ യുദ്ധത്തിന് കഴിയുന്നതും പെട്ടെന്ന് ഒരു വിരാമം ആദ്യം ഉണ്ടാകണം. എന്നിട്ട് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന നിലയ്ക്ക് ഇന്ന് ലോക അറ്റൻഷൻ മുഴുവൻ പിടിച്ചു പറ്റിയ സ്ഥിതിക്ക് ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷനിലേക്ക് നീങ്ങാനായി ഇസ്രയേലിനെ പെർസ്വേഡ് ചെയ്യണം. ഇസ്രയേലിൻ്റെ പാലസ്തീൻ എന്നും അതിന് തയ്യാറാണെന്ന് അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ യാഥാർത്ഥ്യമാക്കാനായി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിൽ തീർച്ചയായും അമേരിക്കയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ സാധിക്കും. ഗസ ഇസ്രായേൽ സംഘർഷം നിലവിൽ ഇന്ത്യക്കാരെ നേരിട്ട് ബാധിച്ചിട്ടില്ലെങ്കിലും യുദ്ധം നീളുന്നത് ഒട്ടും ആശാവഹമായ കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ഗാസയിൽ ചുരുങ്ങിയ ഒരു സംഘർഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗാസയിൽ അധികം ഇന്ത്യക്കാരുള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. മേഖലാ സംഘർഷം ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ടോ എന്ന് പലരും സംശയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം ഇറാൻ അതിൽ ഇടപെടുകയും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു യുദ്ധമായി മാറുമോ? അങ്ങനെ മാറിയാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കും? അവരും അതിൽ പങ്കുചേരുമോ എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ സ്പെക്കുലേഷൻ്റെ ഒരു സിറ്റുവേഷൻ മാത്രമാണ്. ഇറാൻ ഇന്ന് ഗാസയിൽ സംഭവിക്കുന്നത് തെറ്റാണ് എന്ന് പറയുകയും പരോക്ഷമായി ഹെസ്ബുള്ളയ്ക്കും ഹൂത്തീസിനും എല്ലാം പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിലും നേരിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയും ഇതുവരെ നൽകിയിട്ടില്ല. കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡറുമായി സംസാരിച്ചതായും പ്രവാസികളെ കുറിച്ച് മികച്ച അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചതെന്നും വേണു രാജമണി പറഞ്ഞു. അംബാസിഡർ തീർച്ചയായും ഇവിടുത്തെ പ്രവാസികളെ കുറിച്ച് വലിയ പ്രശംസയാണ്
അവരെല്ലാവരും എംബസിയോട് അടുത്ത് പ്രവർത്തിക്കുന്നു, എംബസിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നു. അതുപോലെ തന്നെ എംബസിയും പ്രവാസികൾ മുഖേന പല പ്രവർത്തനങ്ങളും നടത്തുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മീഡിയ, ഇന്ത്യയുടെ പല ഭാഷകളിലുള്ള മീഡിയ, ഇവിടുത്തെ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ ഈ ഇല്ലീഗൽ ട്രാഫിക്കിങ്ങിന് ഇരയാവരുത്, ഇല്ലീഗൽസായിട്ട് കുവൈറ്റിൽ വരരുത് എന്നുള്ളൊരു സന്ദേശവും അതിൻ്റെ പരിണിത ഫലങ്ങളും എല്ലാം കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നതാണ്. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.